ഹലോ ഓൾ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മാത്സ് 5th ചാപ്റ്റർ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസിലെ പേജ് നമ്പർ 82, 83 വരുന്ന ഈ പ്രോബ്ലംസ് ആണ്. ആദ്യത്തെ പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്നത് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 50 മീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 5 മീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? എന്താ തന്നിരിക്കുന്നത്? നമുക്ക് പെരിമീറ്ററിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 5 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ്, ഏതോ ഒരു സൈഡിൻ്റെ, അത് ലെങ്ത് ആണോ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരു സൈഡിൻ്റെ ലെങ്ത്ത് നമുക്ക് 5 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്നിട്ട് നമ്മളോട് പറയുന്നത് അതർ സൈഡ്, മറ്റേ സൈഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് അതർ സൈഡ്. അപ്പോൾ അത് നമുക്ക് കാണണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ? 2 × L+B ആണല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ഈ 2 × L+B ഇസ് ഈക്വൽ ടു നമുക്ക് 50 ഇട്ടൂടെ? കാരണം അതവർ തന്നിട്ടുണ്ട്. പെരിമീറ്ററിൻ്റെ ഇക്വേഷനിൽ 50 ആണ് അതിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ L+B ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 50/2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ L+B ഇസ് ഈക്വൽ ടു നമുക്ക് 25 എന്ന് കിട്ടും. ഇനി ഇവരിവിടെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ലെങ്ത്തോ ബ്രെഡ്ത്തോ ഈ 5 കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ്ത്തിൻ്റെ അവിടെ ഞാൻ 5 കൊടുക്കാം. അപ്പോൾ ബിയുടെ അവിടെ ഞാൻ 5 കൊടുത്തു. ഇസ് ഈക്വൽ ടു 25. അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു ഈ 5 അവിടെ പോകുമ്പോൾ 25 - 5 എന്നാവും അല്ലേ? അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു 5 മീറ്റർ. 25 - 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 അല്ലേ? 20 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലെങ്ത് എന്ത് കിട്ടി? 20 മീറ്റർ. ബ്രെഡ്ത്ത് അവർ ഓൾറെഡി 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ഏതായിരുന്നു? 20 മീറ്റർ ലെങ്ത് ആയിരുന്നു. ഓക്കെ, അത് സിമ്പിൾ പ്രോബ്ലമാണ്. നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷൻ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. സെക്കൻഡ് പ്രോബ്ലം. When Anita and her friend bought 5 pens together, they got a reduction of 3 rupees in the price. The total cost was 32 rupees. Had they bought the pens individually, how much would it have cost each? എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? അനിതയും അനിതയുടെ ഫ്രണ്ടും 5 പേനകൾ വാങ്ങി. അവർക്ക് 3 രൂപ റിഡക്ഷൻ കൊടുത്തു കടക്കാരൻ. അപ്പോൾ അവർക്ക് ടോട്ടൽ കോസ്റ്റ് ആയത് 32 റുപ്പീസാണ്. ഹാഡ് ദേ ബോട്ട്, ഇനി അവർ സെപ്പറേറ്റ് ആണ്. പെൻസ് ഇൻഡിവിജ്വലി എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പേന വാങ്ങിയിരുന്നെങ്കിൽ ഹൗ മച്ച് വുഡ് ഇറ്റ് ഹാവ് കോസ്റ്റ് ഈച്ച്? ഓരോരുത്തർക്കും എത്ര രൂപ കൊടുക്കേണ്ടി വന്നാനേന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കി, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഒരു ഫ്രണ്ടും കൂടെ ഒരുമിച്ച് പോയി 5 പേന വാങ്ങിയപ്പോൾ കടക്കാരൻ നിങ്ങൾക്ക് 3 രൂപ കുറച്ച് തന്നു. നിങ്ങൾക്കപ്പോൾ കടയിൽ 32 രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ശരിക്കും എത്ര രൂപ കൊടുക്കേണ്ടി വന്നാനേ? 32 രൂപ കൊടുത്തത്, 3 രൂപ റിഡക്ഷനാണ് കിട്ടിയത്. അപ്പോൾ ഈ 32ൻ്റെ കൂടെ ഈ 3 കൂട്ടിയാൽ 35 രൂപയായിരുന്നു ശരിക്കും കൊടുക്കേണ്ടിയിരുന്നത് അല്ലേ? പക്ഷേ ഈ 3 രൂപ നിങ്ങൾക്ക് കുറച്ച് തന്നുകൊണ്ട് നിങ്ങൾക്ക് 32 രൂപ കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? അപ്പോൾ ആക്ച്വലി എത്ര രൂപ കൊടുക്കണമായിരുന്നു? ആക്ച്വൽ പ്രൈസ് എത്രയാണ്? ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 32 + 3 ആണ്. അതായത് 35 റുപ്പീസ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്ര പേന വാങ്ങിയത്? 5 പേന. ഇനി നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ, അതായത് ഇവർ ഇൻഡിവിജ്വലിയാണ് വാങ്ങിയതെങ്കിൽ എത്ര രൂപ ആയേനെ? അപ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വന്നാനേ? ഓരോ പേനയ്ക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? കോസ്റ്റ് ഈച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ പേനയ്ക്കും എത്ര രൂപ കൊടുക്കേണ്ടി വന്നാനേ? അപ്പോൾ നമുക്കതെങ്ങനെ കാണാം? 5 പെൻ, അപ്പോൾ 5 പെൻ കോസ്റ്റ് 35 റുപ്പീസ് അല്ലേ? ശരിക്കും 5 പേനയ്ക്ക് എത്ര രൂപ കൊടുക്കണമായിരുന്നു? 35 രൂപ കൊടുക്കണമായിരുന്നു. 35 റുപ്പീസ്. അതായത് റിഡക്ഷനാണ് 3 രൂപ, അതുകൊണ്ടാണ് അവർക്ക് 32 രൂപ കൊടുക്കേണ്ടി വന്നുള്ളൂ അല്ലേ? അപ്പോൾ ശരിക്കും 35 രൂപയുണ്ട് ഈ 5 പേനയ്ക്കും. അപ്പോൾ അവരൊറ്റയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള ഒരു പേനയുടെ വില കൊടുക്കേണ്ടി വന്നാലല്ലേ? അപ്പോൾ 5 പേനയുടെ 35 രൂപയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു പെൻ എത്രയായിരിക്കും? 1 പെൻ കോസ്റ്റ് ഇസ് 35 / 5 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. 7 5s അല്ലേ 35. അപ്പോൾ 7 റുപ്പീസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലം ബിലോ ദ റിസൾട്ട് ഓഫ് ഡൂയിങ് സം ഓപ്പറേഷൻസ് ഓൺ എ നമ്പർ ഈസ് ഗിവൺ.
ഫൈൻഡ് ഈച്ച് നമ്പർ. നമ്മളോട് കുറച്ച് ഒരു 4 സെറ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ആ നമ്പർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 ആഡഡ് ടു 2 ടൈംസ് ദ നമ്പർ ഗീവ്സ് 101. അപ്പോൾ നിങ്ങൾ നോക്കിയേ 3 ആഡഡ് ടു, അപ്പോൾ നമ്മൾ 3 ആഡഡ് ടു അതിൻ്റെ ഇതെഴുതി. ആഡഡ് ടു എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ. ഇനി 2 ടൈംസ് ദ നമ്പർ, ഏതോ ഒരു നമ്പറിൻ്റെ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2 ടൈംസ് എക്സ് 2x എന്ന് വരും അല്ലേ. അപ്പോൾ ലെറ്റ് എക്സ് ബി ദ നമ്പർ, ദെൻ നമുക്ക് എടുക്കാം ഈ 2 ടൈംസ് എക്സ് എന്ന് പറയുന്ന 2 ടൈംസ് എ നമ്പർ എന്ന് പറഞ്ഞാൽ 2x എടുക്കാം. അപ്പോൾ 3 ആഡഡ് ടു 2 ടൈംസ് എ നമ്പർ എന്ന് പറഞ്ഞാൽ 2x. ഗീവ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എത്ര കിട്ടും, 101. ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി ഇതിന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നമ്മളോട് ഈച്ച് നമ്പർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2x ഇവിടെ നിർത്തുക. ഇസ് ഈക്വൽ ടു 101. ഈ 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, -3 അല്ലേ. അപ്പോൾ 2x ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും, നമുക്ക് 98 എന്ന് കിട്ടും അല്ലേ. 101 നിന്ന് 3 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 98. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് മാത്രം ഇവിടെ നിർത്താം. ഈ 98 ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡിവിഷൻ ആവും അല്ലേ. അപ്പോൾ 98/2 എന്ന് കിട്ടും. അപ്പോൾ 98ൽ നമുക്ക് 4 × 2 8, ബാക്കി ഒന്ന് 18, 9 × 2 18, 49 എന്ന് കിട്ടും അല്ലേ ആൻസർ. അപ്പോൾ 49 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട നമ്പർ എന്താണ്, എക്സ് ബി 49. അത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ നമ്പർ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കിയേ, 2 ആഡഡ് ടു. നിങ്ങൾ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതി പോവുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നോക്കിയേ 2 ആഡഡ് ടു പറയുമ്പോൾ ഞാൻ 2 ആഡ് ചെയ്തു. 2 ആഡഡ് ടു എന്തിനോടാണ്, 3 ടൈംസ് ദ നമ്പർ എന്ന് വെച്ചാൽ എത്രയാ, 3 ടൈംസ് എക്സ്. എക്സ് ആണ് നമ്മുടെ നമ്പർ. ഓക്കെ, അപ്പോൾ 3 ടൈംസ് എക്സ് ഈക്വൽ ടു ഗീവ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എത്ര കിട്ടും, 101. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ഇനി ഇതൊന്നും നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ നമ്മൾ ആദ്യം 3x ഇവിടെ നിർത്താം. ഈ +2 അവിടെ പോകുമ്പോൾ എന്താവും, 101 - 2 ആവും അല്ലേ. അതായത് 101 നമ്മൾ 2 കുറയ്ക്കണം. അപ്പോൾ 3x ഈക്വൽ ടു, ഇനി 101 2 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 99 അല്ലേ. ഇനി എക്സിനെ മാത്രം ഇവിടെ നിർത്താം. ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ × 3 അല്ലേ, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും അല്ലേ. അപ്പോൾ 99/3. അപ്പോൾ 99/3 നമുക്കറിയാം 3 ടൈംസ് 3 ടൈംസ്, അതായത് 33 എന്ന് കിട്ടും അല്ലേ നമുക്ക്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, 33. ഇനി അടുത്തത് സിമ്പിളാണ് ഈ പ്രോബ്ലംസ് ഒക്കെ. നമുക്ക് ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുക, പിന്നെ അതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേ വേണ്ടൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ തേർഡ് പ്രോബ്ലം എന്താ പറയുന്നത്, 3 സബ്ട്രാക്റ്റഡ് ഫ്രം എന്ന് പറഞ്ഞാൽ എന്താ, 3 സബ്ട്രാക്റ്റഡ് ഫ്രം. അപ്പോൾ തേർഡ് പ്രോബ്ലത്തിൽ നമ്മൾ 3 സബ്ട്രാക്റ്റഡ് ഫ്രം ആണ്. അപ്പോൾ നമുക്ക് 3 ആദ്യം എഴുതാൻ പറ്റില്ല. എന്തിനാണ് കുറയ്ക്കേണ്ടത്, 2 ടൈംസ് ദ നമ്പർ അല്ലേ. സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ എഴുതിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ 3 കുറയ്ക്കുന്നു, എന്തിൽ നിന്ന്, ഫ്രം, കണ്ടോ, നിന്ന്. അപ്പോൾ ഇത് വേണം ആദ്യം എഴുതാൻ. 2 ടൈംസ് ദ നമ്പർ, അതായത് ഒരു നമ്പറിൻ്റെ 2 ടൈംസിൽ നിന്ന് 3 കുറയ്ക്കുന്നു. ഇതല്ലേ അവർ പറയുന്ന ക്വസ്റ്റ്യനിൽ. അപ്പോൾ 2x - 3 ഗീവ്സ് നമുക്ക് എന്ത് തരുന്നു, ഗീവ്സ് ആണ് ഈക്വൽ 101. ഒരിക്കലും നിങ്ങളിങ്ങനെ 3 മൈനസ് അങ്ങനെ എഴുതരുത് കേട്ടോ. അതായത് 3 മൈനസ്, അതായത് 300 സബ്ട്രാക്റ്റഡ് ഫ്രം എന്ന് പറയുമ്പോൾ 3 - 2x എന്ന് എഴുതരുത്. 3 - 2x എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. ഓക്കെ, ഫ്രം എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നല്ല അർത്ഥം. അപ്പം നമ്മൾ 2 ടൈംസ് നമ്പറിൽ നിന്നാണ് 3 സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 2x എഴുതിയിട്ട് വേണം -3 എന്ന് എഴുതാൻ. ഇങ്ങനെ എഴുതുന്നതാണ് ശരി. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാമല്ലോ നമുക്ക്. ഈ 2xന് ഇവിടെ നിർത്താം. ഇസ് ഈക്വൽ ടു ഈ -3 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, 101 + 3 എന്നാവും അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, 2x ഈക്വൽ ടു 101ൻ്റെ കൂടെ 3 കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 104 എന്ന് കിട്ടും. ഇനി ഇതൊന്ന് എക്സ് കണ്ടുപിടിച്ചുകൂടെ. എക്സ് ഇവിടെ നിർത്തുക. ഈ 2 അവിടെ പോകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, അവിടെ ഡിവിഷൻ ആവും അല്ലേ. 104/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 52 എന്ന് കിട്ടും അല്ലേ. 104/2 52. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 52 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് എന്താണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ.
ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് എന്താ? ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് 2 സബ്ട്രാക്റ്റഡ് ഫ്രം 3 ടൈംസ് ദ നമ്പർ. അപ്പോൾ എന്താ, നേരത്തെ പോലെ തന്നെ 3 ടൈംസ് എ നമ്പർ എന്ന് പറയുമ്പോൾ 3x. അതിൽ നിന്നാണ് നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യുന്നത്? 2 സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയല്ലേ എഴുതുക? 3x - 2 ഗിവ്സ് 101. അതും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 101 കിട്ടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? 3x ഇവിടെ നിർത്തുക. സ്റ്റെപ്പൊക്കെ സെയിം തന്നെ. ഈ 2 അങ്ങോട്ട് പോവും. അപ്പോൾ 101 + 2 3x ഇവിടെ നിർത്തുക. 101ൻ്റെ കൂടെ ഈ 2 കൂട്ടി എത്രയാ? 103. x = 103/3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 103/3 എന്ന് കിട്ടി അല്ലേ? ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് വരും. 103 എന്ന് പറയുമ്പോൾ നമുക്ക് 3 3s are 9/1. 13ൽ 3 നമുക്ക് കംപ്ലീറ്റ് പോവില്ല അല്ലേ? അപ്പോൾ ഇതൊരു പോയിന്റ് ഉള്ള നമ്പറാണ് വരിക. കാരണം ഇവിടെ നമുക്ക് 4 3s are 12 കഴിഞ്ഞ് റിമൈൻഡർ 1 വരും. പിന്നെ നമ്മളിവിടെ പോയിന്റ് ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് 34 and 1/3 അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ 103/3 ആണ് ആ നമ്പർ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതിയാലും ഓക്കെയാണ്. അതായത് 34 and 1/3 ആണ് കിട്ടുന്ന നമ്പർ. അടുത്തത് ഫോർത്ത് പ്രോബ്ലം. ദ സം ഓഫ് 6 ടൈംസ് എ നമ്പർ ആൻഡ് 4 ഈസ് 100. വാട്ട് ഈസ് ദ നമ്പർ? ഓക്കെ, അതായത് അവർ പറയാണ് ഒരു സമ്മാണ് അല്ലേ? സമ്മാണ്. ആരുടെയൊക്കെ സമ്മ? 6 ടൈംസ് എ നമ്പർ. അതായത് ഒരു നമ്പറിൻ്റെ 6 ടൈംസ് എന്ന് വെച്ചാൽ 6x അല്ലേ? 6 ടൈംസ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് എങ്ങനെ എഴുതാം? 6x എന്ന് എഴുതാം അല്ലേ? ഇനി ആൻഡ് 4, അതായത് 6xൻ്റെയും 4ൻ്റെയും സമ്മ് അല്ലേ? 6x + 4 അല്ലേ? ഈസ് 100 എന്ന് പറഞ്ഞാൽ എന്താ? = 100. അപ്പോൾ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും തന്നെ നമുക്കിതുപോലെ ഇക്വേഷൻസ് എഴുതിയെടുക്കാനായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഞാനിവിടെ നമ്പറിനെ ലെറ്റ് എക്സ് ബി ദ നമ്പർ, എക്സിനെയാണ് നമ്മൾ നമ്പറായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് എക്സ് ബി ദ നമ്പർ. ഇനി നമുക്കിത് എഴുതാമല്ലോ. 6 ടൈംസ് എ നമ്പർ, സം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ആണ് അല്ലേ? അപ്പോൾ സം ഓഫ് 6 ടൈംസ് എ നമ്പർ എന്ന് പറഞ്ഞാൽ 6x + 4. 4ൻ്റെയും ഒരു നമ്പറിൻ്റെ 6 ടൈംസിൻ്റെയും സം എന്ന് പറയുന്നത് ഈസ് 100. 100 ആണ് അവർ തന്നിട്ടുണ്ട്. ഇനി ഇത് നെക്സ്റ്റ് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ 6xനെ ഇവിടെ നിർത്തുക. ഇവിടെ ഈ 100 -4 ആവും അല്ലേ? ഈ +4 അങ്ങോട്ട് പോകുമ്പോൾ -4. 6x = 100ന്ന് 4 പോയാൽ 96. x = 96/6. ഈ 6 അടിയിലേക്ക് വരും അല്ലേ? അപ്പോൾ ഇവിടെ ഇൻറ്റു അല്ലേ 6. അപ്പോൾ അടിയിൽ വരുമ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഡിവിഷനാവും. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം? 96നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു വട്ടം 6, ബാക്കി 3. ഈ 36 ഇറക്കിയിടുക. 6 6s are 36. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? ദാറ്റ് ഈസ് = 16 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. നിങ്ങൾ ഈ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് ഇതുപോലെ ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ അവിടെ നിങ്ങളുടെ എക്സ് കണ്ടുപിടിക്കേണ്ട ഒരു ജോലി നമുക്കുള്ളൂ. അടുത്തത് 5ാമത്തെ പ്രോബ്ലം. എന്താണ്? 4 ടൈംസ് ദ സം ഓഫ് എ നമ്പർ ആൻഡ് 6 ഗീവ്സ് 100. അതായത് 4 ടൈംസ്, അതായത് 4 ഇരട്ടി. സം ഓഫ് എ നമ്പർ ആൻഡ് 6, അതായത് ഒരു നമ്പറും അതിനോട് 6 കൂട്ടിയതിൻ്റെയും 4 ടൈംസ് എന്ന് പറയുമ്പോൾ എന്താ? ഇതിൻ്റെ മൊത്തം 4 ടൈംസ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. മനസ്സിലായോ? 4 ടൈംസ് 4 ഇൻറ്റു സം ഓഫ് എ നമ്പർ ആൻഡ് 6 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെയും 6ൻ്റെയും സമ്മിൻ്റെ 4 ടൈംസ് = എത്രയാണ്? 100 എന്നവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചില കുട്ടികൾ 4x + 6 എന്ന് എഴുതാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെയല്ല. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. 4 ടൈംസ് ദ എന്തിൻ്റെ 4 ടൈംസ് ആണ്? സം ഓഫ് എ നമ്പർ ആൻഡ് 6. ഒരു നമ്പറിൻ്റെയും 6ൻ്റെയും സമ്മിൻ്റെ 4 ടൈംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 കൊണ്ട് ഈ ബ്രാക്കറ്റിലെ ഓരോ നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം 4 × x ചെയ്യുക. അപ്പോൾ നമുക്ക് 4x കിട്ടും. ഈ പ്ലസ് അതുപോലെ തന്നെ എഴുതുക. അത് കഴിഞ്ഞ് 4 × 6 ചെയ്യുക അല്ലേ? അപ്പോൾ 6 4 24 = നമുക്ക് 100 എന്ന് കിട്ടും. ഇനി 4xന് ഇവിടെ നിർത്തുക. ഈ 24നെ അങ്ങോട്ട് കൊണ്ടുപോകാം. 24 ഇവിടെ പ്ലസ് ആണ്, അങ്ങോട്ട് പോകുമ്പോൾ
100 മൈനസ് ആവും അല്ലേ, -24 ആവും. അപ്പോൾ 4x ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ 100 നിന്ന് 24 മൈനസ് ചെയ്താൽ എത്രയാണ്, 76 അല്ലേ. അപ്പോൾ നമുക്ക് 76 എന്ന് കിട്ടും. നിങ്ങൾ മൈനസ് നമ്മൾ മൈൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കുക. 100 നിന്ന് 24 പോയ 76. ഇനി നമുക്കിന്ന് എക്സ് അല്ലേ കാണണ്ടേ, അപ്പോൾ എക്സ് മാത്രം ഇവിടെ നിർത്തുക. ഈ 4 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 76/4 ആവും, കാരണം ഇവിടെ ഇൻറ്റു 4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു 76നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 4s are 4, ബാക്കി നമുക്ക് 3 വരും, 6 വരും, 9 വരും. 9 4s are 36 അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, 19. സോ ദ നമ്പർ ഏതാണ് നമുക്ക് കിട്ടിയത്, നമ്പർ ഈസ് 19. ഓക്കെ, എത്രയാണ്, 19 ആണ് നമുക്ക് കിട്ടുന്ന നമ്പർ.